എന്താ പേര്? ഇല്ല. എന്തായിരുന്നു പ്രശ്നം? നടക്കാൻ പറ്റുന്നില്ല. മുന്നിലേക്ക് വീഴാൻ പോവാ അല്ലെങ്കിൽ പിന്നിലേക്ക് വീഴാം. അങ്ങനെ ബാലൻസ് ഇല്ല. എത്ര കാലമായിട്ടുണ്ട്? 9 വർഷമായിട്ടുള്ള അതായത് അത് 2016. 16 പറ്റിയതാണ്. എന്തൊക്കെ ചെയ്തു? ഉഴിച്ചില് ഒരു 3 പ്രാവശ്യമൊക്കെ ഉഴിച്ചില് കിടന്നു. പിന്നെ ആസ്പത്രികളിൽ കിടന്നിട്ടുള്ള ട്രീറ്റ്മെന്റും ഡോക്ടർമാര് ഞരമ്പിന്റെ ഡോക്ടറെ കാണിച്ചിട്ട് കുറെ മരുന്നൊക്കെ കഴിച്ചു. എന്ത് പ്രശ്നം എന്നാ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? എല്ല് തേയ്മാനം, ഡിസ്ക് തെറ്റിയിട്ട് ഞരമ്പ് അതിന്റെ ഉള്ളിൽ കുടുങ്ങിയിരിക്കാം. അപ്പൊ ഈ 2 ഞരമ്പ് വർക്ക് ചെയ്യുന്നില്ല. അപ്പൊ ആ കാരണം ആ കാലിന് തരിപ്പും ആ കാല് വെക്കുന്നത് അറിയില്ല. എന്താ നടക്കാൻ ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെ. എന്നിട്ട് ഉഴിച്ചില് ഒന്നും ചെയ്തിട്ട് ശരിയായി? ഉഴിച്ചില് 1 മാസം നടക്കും. 1 മാസം നടന്നു കഴിഞ്ഞാൽ വീണ്ടും പഴയ മാതിരി ഉണ്ടാവും. അങ്ങനെ നല്ല ഇതിലുള്ള സ്ഥലത്തൊക്കെ പിന്നെ എവിടേക്കാ പോയത്? അത്താണി ആസ്പത്രിയിൽ കിടന്നിട്ട് ഒഴിഞ്ഞു. 12 ദിവസം ഒഴിച്ചിൽ കഴിഞ്ഞ് എന്നിട്ട് വീട്ടില് 1.5 മാസത്തോളം റെസ്റ്റ് ഒക്കെ ഇട്ട് അതേമാതിരി തൈലം തേച്ചിട്ട് ഫുള്ള് തൈലം 1 മണിക്കൂർ തേച്ച് ചൂട് പിടിച്ചിട്ടും ആവി ഒഴിഞ്ഞിട്ട് അങ്ങനെ ഈ ഇതിട്ടൊക്കെ ഈ ഒരു പൊടിയൊക്കെ കലക്കി തേച്ചിട്ടൊക്കെ 1 മണിക്കൂർ അങ്ങനെ ഒരുപാട് ട്രീറ്റ്മെന്റുകൾ ചെയ്തു. അതൊന്ന് അപ്പൊ ഒരു 15-20 ദിവസമൊക്കെ കഷ്ടി നല്ലത് പോലെ നടക്കാൻ പറ്റും, ഇരിക്കാൻ പറ്റില്ല. അത് കഴിഞ്ഞ് വീണ്ടും പഴയ മാതിരി ഉണ്ടാവും. അങ്ങനെ പിന്നെ കുറെ കഴിഞ്ഞപ്പോ മരുന്ന് പിന്നെ ഡോക്ടർമാർ ഞരമ്പിന്റെ ഡോക്ടറെ കാണിച്ചിട്ട്. എവിടെ കാണിച്ചു? തൃശ്ശൂര് ഒരു ഡോക്ടറെ കാണിച്ചിട്ട് മരുന്ന് കഴിച്ചിട്ട് 8 മാസത്തോളം നല്ല. പിന്നെ മരുന്ന് കഴിച്ചപ്പോ കടക്കാരനെ പറഞ്ഞു ഇത്രയും വേദനയുള്ള മരുന്നുകൾ ഇനി കഴിക്കരുത്, നിങ്ങളെ വേറെ ശരീരത്തിന്റെ ഭാഗങ്ങളെ ബാധിക്കും, നിങ്ങൾ നിർത്തിക്കൂടെ ഇതെന്ന് മരുന്ന് കടക്കാര് പറഞ്ഞു തുടങ്ങി. അത് കുറവില്ലാതെ പിന്നെ അതേ മരുന്നുകൾ വെറുതെ ഈ ലിസ്റ്റിൽ നിന്ന് ആ ലിസ്റ്റിലേക്ക് എഴുതിയിട്ട് തരും. അത്ര മാത്രം മരുന്നുകൾക്ക് മാറ്റമൊന്നുമില്ല. എന്നിട്ട് ഒരു 3500-4000 രൂപയുടെ മരുന്ന് 1 മാസത്തിന്. അത് കഴിഞ്ഞിട്ട് എന്താ ഉണ്ടായി? അത് കഴിഞ്ഞിട്ട് ഒരു മാറ്റം ഉണ്ടായില്ല. അപ്പൊ നിർത്തി, മരുന്ന് നിർത്തി. അത് ഇനി ശരിയാവില്ല എന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു 9 കൊല്ലം അങ്ങനെ മാറ്റി കാണിച്ചു നോക്കി. അപ്പൊ പറഞ്ഞില്ല, അവിടുത്തെ ഡോക്ടറെ കാണിച്ചിട്ട് പലർക്കും. ഇപ്പൊ കേച്ചേരി ഒരു ഡോക്ടറെ കാണിച്ചു, അതും 8 മാസത്തോളമൊക്കെ കാണിച്ചു. അപ്പൊ ഈ കാലുമ്പോ മുട്ടില് തേയ്മാനാന്ന് പറഞ്ഞിട്ട് ഒരു ബെൽറ്റൊക്കെ ഇടാൻ തന്നിട്ട് നടക്കുമ്പോ ഒരു ഉറപ്പുണ്ടായിരുന്നു. ഒരു കമ്പിയുള്ള ബെൽറ്റൊക്കെ ഇട്ടിട്ട് അങ്ങനെ നടന്നു. പിന്നെ തണ്ടിലേക്ക് ബെൽറ്റ് ഇട്ട് വിളിച്ചത് കഴിഞ്ഞിട്ട് 1 മാസം അതൊക്കെ ഇട്ട് നടക്കുകയും ചെയ്തപ്പോ അപ്പൊക്കെ അത് വിട്ടാ പോയി. അങ്ങനെ പിന്നെ എനിക്ക് ഇങ്ങനെ നടന്നിട്ട് അത് ശീലായി. പിന്നെ അതായില്ല, പിന്നെ പുറത്തേക്ക് ഇറങ്ങില്ല, യാത്രകളൊക്കെ ഉപേക്ഷിച്ചു. അതായത് ഒരാളുടെ സഹായം ഇല്ലാണ്ട് നടക്കാൻ ഒരാളുടെ സഹായം ഇല്ലാണ്ട് തന്നെക്ക് പറ്റില്ല. ശരിക്കും പതിയുണ്ടായിരുന്നില്ല. വീഴാൻ പോവും, വീഴും അങ്ങനെ. അപ്പൊ ഒരാളുടെ സഹായം അല്ലെങ്കിൽ വടി കഴുത്തിന്റെ ഇവിടെയൊക്കെ തടി ഉണ്ടായിരുന്നു. മുഖം തടി ഉണ്ടായിരുന്നു. ആ മുഖം വീർത്തിട്ടായിരുന്നു, കണ്ണൊക്കെ കുണ്ടില് പോയ മാതിരി ക്ഷീണം. അപ്പൊ അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാവും. ഇവിടെ ഇപ്പൊ ഒരു 2 ആഴ്ച മുന്നേ വന്നിട്ടുണ്ടായിരുന്നില്ലേ? 2 ആഴ്ച 3 ആഴ്ച മുന്നേ. 3 ആഴ്ച കഴിഞ്ഞു. 3 ആഴ്ച മരുന്ന് ശരിക്കും കഴിച്ചു. വരുമ്പോ 2 പേര് പിടിച്ചിട്ടല്ലേ? 2 ആളും പിടിച്ചിട്ട്. ഓർമ്മയുണ്ട്. പിന്നെ ഇവിടുത്തെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞപ്പോ നല്ല ശരീരം കുറഞ്ഞു, ഭാരം കുറഞ്ഞു. 2 ഭാഗത്തും ഉണ്ടായിരുന്നല്ലോ, 2 സൈഡിലൊക്കെ ഒരു സൈഡ് ഇങ്ങനെ മുളച്ചു വന്നിട്ടുണ്ടായിരുന്നു. ഉണ്ടമാരി ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അങ്ങനെ വിചാരിക്കട്ടെ, എന്താ ഈ സൈഡിൽ ഇങ്ങനെ ഒരു മുഴ ഇങ്ങനെ ഇങ്ങനെ ബാലൻസ് തെറ്റിയ മാതിരി തന്നെ ആ സൈഡ്, ഒരു സൈഡ് നന്നായി മുളച്ചിരുന്നായിരുന്നു. അപ്പൊ അതൊക്കെ മാറി. അന്ന് തന്നെ അത് കുറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ബോൾ വെച്ചുള്ള എക്സസൈസ് ചെയ്യുന്നുണ്ട്. ഒരു 2-3 പ്രാവശ്യമൊക്കെ ചെയ്യും. സമയം കിട്ടുമ്പോഴൊക്കെ ആ ബോൾ വെച്ചിട്ട് എക്സസൈസ് ചെയ്യും. പിന്നെ അന്ന് മരുന്ന് തന്നിട്ടുണ്ടായിരുന്നില്ലല്ലോ? ഞാൻ അന്ന് 3 ആഴ്ച മുന്നേ വന്ന ദിവസം ഇല്ല. അന്ന് തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇപ്പം മുഖാകെ മാറി. ഇപ്പൊ എണീക്കാൻ പറ്റൂലോ അല്ലേ? പിടിക്കാതെ ഒന്ന് എണീറ്റ് കാണിക്കോ? ഒരു 2 സ്റ്റെപ്പ് അങ്ങോട്ടും മുന്നിലേക്ക് ഒന്ന് നടന്ന് കാണിക്കും. മതി. ഇനി അങ്ങോട്ടൊന്ന് തിരിഞ്ഞ് നടക്കും. ഇനി ആ കസാരയില് ഇരുന്നോളൂ.
അങ്ങനെ നടക്കാൻ പറ്റിയിരുന്നില്ലല്ലോ അല്ലേ? ഇപ്പൊ ഒരു ആശ്വാസം ഉണ്ടല്ലോ അല്ലേ അന്നത്തെ കാട്ടി? ആ, അത് പറയാൻ വേണ്ടിയിട്ടാണ് വീഡിയോ എടുത്തത്. ആ. ശരി.